ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിലേഷൻ ഫംഗ്ഷൻ +2 ടോപ്പിക്കിൽ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻ ഫംഗ്ഷൻ അതിൻ്റെ 3 ടൈപ്പ്, അതായത് ഇക്വാലൻസ് റിലേഷൻ മുഴുവനായിട്ട് പറഞ്ഞിരുന്നു. തിയറി പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല, പ്രോബ്ലം ചെയ്തിട്ടില്ല. അതിൻ്റെ തിയറി ഓരോന്നും റിലേഷൻ റിഫ്ലക്സീവ് ആവാനുള്ള കണ്ടീഷൻ, സിമെട്രിക്, ട്രാൻസിറ്റീവ്, അങ്ങനെ 3 ആവാനുള്ള കണ്ടീഷൻ വ്യക്തമായി പറഞ്ഞിരുന്നു. ഒന്നുകൂടി പറയാം, റിഫ്ലക്സീവ് ആണെങ്കിൽ ഇഫ് എ കോമ എ ബിലോങ്സ് ടു ആർ, ഫോർ എവറി എ ബിലോങ്സ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ, ഒരു സെറ്റിലുള്ള റിലേഷൻ പറയുമ്പോൾ അത് റിഫ്ലക്സീവ് ആവാനുള്ള കണ്ടീഷൻ. അതിലുള്ള എല്ലാ എലമെൻറ്റിനും അത് അതിനോട് തന്നെ പെയറായിട്ട്, ജോഡിയായിട്ട് അത് റിലേഷൻ വന്നിരിക്കണം. സിമെട്രിക്കിന് ഒരു റിലേഷനിൽ ഒരു ഓർഡേർഡ് പെയർ ആ റിലേഷൻ ഉണ്ടെങ്കിൽ അതിന് തിരിച്ചും അതിലുണ്ടാവണം. ട്രാൻസിറ്റീവിന് ഇഫ് എ ബി ആൻഡ് ബി സി, എ ബി എന്ന ഓർഡേർഡ് പെയറും ബി സി എന്ന ഓർഡേർഡ് പെയർ, എ ബി ഇവിടെ നോക്കുന്ന സെക്കൻഡ് ആ ബി തന്നെ തുടങ്ങണം. അങ്ങനത്തെ 2 ഓർഡേർഡ് പെയർ ഉണ്ടെങ്കിൽ എ സി ഉണ്ടായാൽ മതി. ഇവിടെ പറഞ്ഞിരുന്നു എ ബിയും ബി സിയും ഉണ്ടായിട്ട് എ സി ഇല്ലാതിരുന്നാൽ മാത്രമേ ട്രാൻസിറ്റീവ് ആവാതിരിക്കുള്ളൂ. ഇതിൽ എ ബി ഉണ്ടായിട്ട് ബി എ ഇല്ലാതിരുന്നാൽ മാത്രം. അത് വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അത് നോക്കിയിട്ട് കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ കാണാത്തവർക്ക് അത് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് വെച്ചുള്ള പ്രോബ്ലംസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്ന പ്രോബ്ലം നോക്കാം. ഇഫ് എ ഈക്വൽ ടു 1, 2, 3, 4 എന്ന സെറ്റ്, റൈറ്റ് എ റിലേഷൻ on capital A which is symmetric only. ഈ സെറ്റിൽ പറയുന്ന റിലേഷൻ എഴുതണം. അതെന്താവാൻ പാടുള്ളൂ? സിമെട്രിക് മാത്രം. റിഫ്ലക്സീവ്, സിമെട്രിക് ഓൺലി പറഞ്ഞാൽ റിഫ്ലക്സീവും ആവരുത്, ട്രാൻസിറ്റീവും ആവരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിമെട്രിക് ആവണം. സിമെട്രിക് ആവുന്ന കണ്ടീഷൻ നമുക്കറിയാം. എ ബി ഉണ്ടാവുമ്പോൾ ബി എയും ഉണ്ടാവണം. എ ബി ഉണ്ടാവും, ബി എയും ഉണ്ടാവണം. പക്ഷേ എ ബി ഇല്ലെങ്കിലും സിമെട്രിക്കാണ്. പക്ഷെ നമുക്കത് ഉണ്ടാവാൻ പാടില്ല, ട്രാൻസിറ്റീവ് ആവാനും പാടില്ല. ട്രാൻസിറ്റീവ് ആവാനും പാടില്ല, സിമെട്രിക് ആവുകയാണ്. അപ്പോൾ നോക്കാം ഒരു എക്സാമ്പിൾ. ഇങ്ങനെ വരുമ്പോൾ ആദ്യം അതിൽ പറയുന്ന ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ മനസ്സിലാക്കി തുടങ്ങാം. ഈ സെറ്റിലുള്ള റിലേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിലുള്ള എലമെൻറ്റ്സ് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റും സെക്കൻഡും വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ സിമെട്രിക് ആവണമെങ്കിൽ ഒരു ഓർഡേർഡ് പെയർ 1,2 നേരി, എ കോമ ബി പോലെ 1,2 നേരി. അപ്പോൾ തിരിച്ച് ആര് വേണം? 2, 1 വേണ്ട സിമെട്രിക്കിന്. അപ്പോൾ 2, 1 എഴുതി, 2,1 എഴുതി. ഈ ഓർഡേർഡ് പെയർ മാത്രം എഴുതാത്തതിന് അതെന്തായി? സിമെട്രിക്കായി. പക്ഷെ എന്തല്ല, റിഫ്ലക്സീവ് അല്ല. റിഫ്ലക്സീവ് ആണെങ്കിൽ പറഞ്ഞു എല്ലാവർക്കും അത് അതിനോട് ജോഡിയാവണം. അതായത് 1, 1 വേണം, 2, 2 വേണം, 3, 3 വേണം, അങ്ങനൊന്നുമില്ലല്ലോ. അതായത് ഒന്നില്ലെങ്കിൽ തന്നെ റിഫ്ലക്സീവ് അല്ല. അപ്പോൾ അത് റിഫ്ലക്സീവ് അല്ല. 1, 2, 2, 1 ഉണ്ടെങ്കിൽ നമ്മൾ ട്രാൻസിറ്റീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 1, 2, 2, 1 ഉണ്ടെങ്കിൽ 1, 1 വേണം, 2, 2 വേണം. ഇപ്പോൾ ഇതിൽ 1, 1 മാത്രം എഴുതിയാൽ അതായത് ഓർഡേർഡ് പെയർ 1,1 എഴുതിയാൽ ഇതെന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. കാരണം 1, 2, 2, 1 എ ബി ബി എടുക്കുമ്പോൾ അത് എ 1, 1 വേണം, 2, 2 വേണം. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അത് ഈ ട്രാൻസിറ്റീവ് അല്ലാത്തതിന് എക്സാമ്പിൾ കൂടിയാണിത്. ഇത് 1, 1 എഴുതിയില്ലെങ്കിലും ട്രാൻസിറ്റീവ് ആണ്. സിമെട്രിക് ഓൺലി, ട്രാൻസിറ്റീവ് അല്ല, സിമെട്രിക് ഓൺലി. നോട്ട് റിഫ്ലക്സീവ്, നോട്ട് ട്രാൻസിറ്റീവ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കണം. ഇതേ സെറ്റ്, റൈറ്റ് a relation on capital A which is reflexive. റിഫ്ലക്സീവിന് ചുരുക്കി എഴുതുന്നുണ്ട്. റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക്. റിഫ്ലക്സീവ് വേണം, സിമെട്രിക് വേണം, ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആവാൻ പാടില്ല. റിഫ്ലക്സീവ് ആവണം, സിമെട്രിക്കും ആവണം, പക്ഷെ ട്രാൻസിറ്റീവ് ആവരുത്. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓർഡേർഡ് പെയർ എഴുതുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളോടൊരു എക്സാമ്പിളായിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, സാറ്റിസ്ഫൈ ചെയ്യാത്ത എക്സാമ്പിളാക്കിയിട്ട് നിങ്ങളോട് റിലേഷൻ എഴുതാൻ പറയുമ്പോൾ എല്ലായ്പ്പോഴും നിങ്ങൾ തുടങ്ങേണ്ടത് ആ പറയുന്ന ക്വസ്റ്റ്യനിൽ എന്താണോ അത് പറയുന്ന സ്റ്റാർട്ടിങ് എങ്ങനെയാണോ അതേ രൂപത്തിൽ തുടങ്ങാം. ഇവിടെ എന്താ പറയുന്നത്? റിലേഷനാണ് എഴുതേണ്ടത്. 1 സെറ്റ് റിലേഷൻ ആവണം, വിച്ച് ഈസ് റിഫ്ലക്സീവ്.
അപ്പോൾ R എന്ന റിലേഷൻ ഇതാണ്. ഈ സെറ്റ് റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ ഈ 4 ഓർഡേഡ് പെയർ ഉണ്ട്, 4 എലമെൻറ്റ്സ് ഉണ്ട്. ആ 4 എലമെൻറ്റ്സിനും അത് തന്നെ നിർബന്ധമായിട്ടും ജോഡിയായി വരണം, എങ്കിൽ റിഫ്ലക്സീവ് ആവുള്ളൂ. അത് 1ന് 1 വേണം, 1 1 2 2 3 3 4 4 ഓർഡേഡ് പെയർ. ഇപ്പോൾ ഇത് റിഫ്ലക്സീവാണ് ഉറപ്പാണ്. പക്ഷെ ഇതെന്തുമാണ്? സിമെട്രിക്കുമാണ്, ട്രാൻസിറ്റീവുമാണ്. നമുക്ക് എന്ത് റിലേഷന് റിഫ്ലക്സീവും സിമെട്രിക് ആകാൻ പാടുള്ളൂ, പക്ഷേ ട്രാൻസിറ്റീവ് ആവരുത്. അപ്പോൾ ഇത് റിഫ്ലക്സീവുമാണ്, സിമെട്രിക്കുമാണ്, ട്രാൻസിറ്റീവുമായി ഇക്വാലൻസ് റിലേഷന് എക്സാമ്പിളാണിത്. ഇത് 3 ആവുന്നതാണല്ലോ ഇക്വാലൻസ്. അപ്പോൾ ഇത് റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവായ സ്ഥിതിക്ക് ഇനി എന്താവരുത്? ട്രാൻസിറ്റീവ് ആവരുത്. അപ്പോൾ റിഫ്ലക്സീവായി സിമെട്രിക്കായി നമുക്ക് ട്രാൻസിറ്റീവ് ആവരുത്. നേരത്തെ പറഞ്ഞിരുന്നു ട്രാൻസിറ്റീവ് ആവാതിരിക്കണമെങ്കിൽ ഒരു എ ബിയും വേണം, ബി സിയും വേണം. എ ബിയും ബി സിയും എടുക്കുന്ന 2 ഓർഡേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡേഡ് പെയർ ഏതാണോ അതിൽ സെക്കൻഡ് എലമെൻറ്റിൽ തുടങ്ങുന്ന മറ്റൊരു ഓർഡേഡ് പെയർ ഉണ്ടാവണം. എ ബി ബി സി എന്ന രൂപത്തിൽ ഉണ്ടാവണം. എന്നിട്ട് എ സി ഉണ്ടാവാനും പാടില്ല. ആ രൂപത്തിലെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു എ ബിന് 1 2 എന്ന് എഴുതി. അപ്പോൾ ബി സി എഴുതണമല്ലോ. എ ബിയും ബി സി ഉണ്ടായിട്ട് എ സി ഇല്ലാതിരുന്നാൽ മാത്രമേ ട്രാൻസിറ്റീവ് ആവാതിരിക്കുള്ളൂ. അപ്പോൾ നോക്കണേ, 1 2 2 3. അപ്പോൾ എ ബി ബി സി. ഇനി ആര് എഴുതാതിരുന്നാൽ മതി? യെസ്, 1 3 എഴുതാതിരുന്നാൽ ട്രാൻസിറ്റീവ് അല്ല. 1 1 2 2 3ക്ക് 1 3 കൂടെ ഉണ്ടെങ്കിലല്ലേ ട്രാൻസിറ്റീവ് ആവുള്ളൂ. അപ്പോൾ ഇത് എഴുതാതിരുന്നാൽ ട്രാൻസിറ്റീവ് അല്ല. 1 3 അതിലില്ല, കാരണം എ ബി ബി സി ഉണ്ടായിട്ട് എ സി ഇല്ല എന്നർത്ഥം. അപ്പോൾ ആ സംശയം ഉണ്ടാവും, ഇത് സിമെട്രിക് അല്ലല്ലോ. അപ്പോൾ സിമെട്രിക് ആക്കിയാൽ മതി. 1 2ന് ആര് വേണം? 2 1 വേണം. 2 3ക്ക് ആര് വേണം? 3 2 വേണം. സിമെട്രിക്കായി. എന്നാൽ എന്തായിട്ടില്ല? ട്രാൻസിറ്റീവ് ആയില്ല. അപ്പോൾ സംശയം ഉണ്ടാവാം. 1 2 2 1 വരുമ്പോൾ എ ബി ബി സി എന്ന രൂപത്തിൽ 1 2 2 1 എടുക്കുമ്പോൾ അവിടെ 1 1ഉം 2 2ഉം ഉണ്ടല്ലോ. ട്രാൻസിറ്റീവ് അല്ലേ? എ ബി ബി സിക്ക് 1 1ഉം 2 2ഉം ഉണ്ടല്ലോ. ഉണ്ട്. ആവണമെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കുണ്ടായാൽ പോരാ. ആവണമെങ്കിൽ അതിലെല്ലാ ഓർഡേഡ് പെയറും ആ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ടാണ് ആവാത്ത രൂപത്തിൽ ഏതാണ് പറയുന്നത്. ആവാത്തതിന് കണ്ടീഷൻ എന്താണ്? ഏതെങ്കിലും ഒരു ഓർഡേഡ് പെയറിന് സാറ്റിസ്ഫൈ ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ എ ബി ബി സി 1 2 2 3 1 2 2 3 എടുക്കും, ആരില്ല? 1 3 എന്ന എ സി ഇല്ല. പിന്നെ ഏത് ഓർഡേഡ് പെയറിന് സാറ്റിസ്ഫൈ ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഓർഡേഡ് പെയറിന് ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ എങ്കിൽ ആ റിലേഷൻ അത് കണ്ടീഷൻ അല്ല, സാറ്റിസ്ഫൈഡ് അല്ല എന്നർത്ഥം. ബാക്കി എത്ര ഓർഡർ പെയർ സാറ്റിസ്ഫൈ ചെയ്താലും. ഇവിടെ വേറെയും എക്സാമ്പിൾ ഉണ്ട്. നോക്കൂ, 3 2 എ ബി എടുത്തു, 3 2 എ ബി എടുത്തു. അപ്പോൾ ബി സി 2 1 എടുക്കുക. അപ്പോൾ 3 2 2 1 3 2 2 1 എ സി ആരാ? 3 1. അതുമില്ല. അപ്പോൾ ആവാത്തൊരു എക്സാമ്പിൾ മതി ട്രാൻസിറ്റീവിന്. ആവാത്തൊരു എക്സാമ്പിൾ മതി. ആവാണെങ്കിൽ അതിൽ പറയുന്ന എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് റിഫ്ലക്സീവ് ആവണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേഡ് പെയർ എഴുതണം. ഇതിൽ ഏതെങ്കിലും 1 1 മാത്രം എഴുതിയാൽ റിഫ്ലക്സീവ് അല്ല. ഈ 1 1 2 2 3 3 എഴുതി 4 4 എഴുതാതിരുന്നു എങ്കിൽ റിഫ്ലക്സീവ് അല്ല. അതിലെല്ലാവർക്കും അത് തന്നെ ഓർഡേഡ് പെയർ വേണം. അത് സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയതുകൊണ്ടാണ് ട്രാൻസിറ്റീവ് ആവാത്ത രൂപത്തിൽ എ ബി ബി സി എടുത്തു, എ സി എഴുതാതിരുന്നു. അപ്പോൾ അതിന് സിമെട്രിക് ആവണമെങ്കിൽ അതിന് റിവേഴ്സും എഴുതി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി. ഈ മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ പറയുന്നതിനനുസരിച്ച് എഴുതി തുടങ്ങാം, എങ്കിൽ വ്യക്തമായി കിട്ടും. അഥവാ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ ആ ഡെഫിനേഷനെങ്കിലും എക്സാമിന് ബോർഡ് എക്സാമിന് വരുമ്പോൾ എഴുതി വെക്കണം തീർച്ചയായിട്ടും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി റിലേഷന് ഓർഡേഡ് പെയർ എഴുതാനല്ല, നമുക്ക് റിലേഷൻ സെറ്റ് ബിൽഡർ ഫോം തരും. അതിന് ഓർഡേഡ് പെയർ ആക്കിയിട്ട് ചെക്ക് ചെയ്യാണ്. ആണോ അല്ലേ ചെക്ക് ചെയ്യാം. റിലേഷൻ ഇപ്പം റിലേഷൻ എഴുതാനാണ് പറഞ്ഞത്, ഇനി റിലേഷൻ വന്നിട്ട് ചെക്ക് ചെയ്യാണ്. നോക്കാം. റിലേഷൻ എ സെറ്റ് 1 2 3 4 എക്സെട്ര. റിലേഷൻ ആർ ഓൺ എ ആർ ഈക്വൽ ടു set ordered per x comma y such that ഇത് റിഫ്ലക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇക്വാലൻസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നല്ല എന്ന് കണ്ടാൽ നിർത്താം. പക്ഷെ 3 ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ 3 ചെക്ക് ചെയ്യണം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ഈ സെറ്റ് R1 റിലേഷൻ ഇതിലുള്ള റിലേഷൻ ആയിരിക്കണം. കണ്ടീഷൻ നോക്കൂ, ആർ ഈക്വൽ എക്സ് കോമ വൈ. നിങ്ങൾ എഴുതുന്ന ഓർഡേഡ് പെയർ ഈ രൂപത്തിലായിരിക്കണം. അതിന് കണ്ടീഷൻ 3x - y = 0 സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സും വൈ എവിടെയാവണം? ഈ സെറ്റിലായിരിക്കണം. കാരണം അതിനാണ് R1A.
ഓർഡേഡ് പെയറിൽ എക്സും വൈയും ഇതിലുള്ളതേ എഴുതാൻ പാടുള്ളൂ. കണ്ടീഷൻ ഈ രൂപത്തിലാവും വേണം. ഇങ്ങനത്തെ ദിവസം നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. അതിൻ്റെ റോസ്റ്റർ ഫോം എഴുതാൻ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ 3x - y 0 എന്ന് പറഞ്ഞാൽ 3x = y എന്നല്ലേ? എക്സിൻ്റെ 3 മടങ്ങാവണം y. അപ്പോൾ എക്സ് 1 എടുത്താൽ y 1 × 3 ആയിരിക്കും. എക്സ് 2 എടുത്താൽ y 6 ആയിരിക്കും. അപ്പോൾ നോക്കൂ, 6 എന്ന റിലേഷൻ എഴുതുമ്പോൾ എക്സിന് 1 കൊടുത്താൽ y 3 × 1 3, എക്സിന് 2 കൊടുത്താൽ y 3 × 2 6, ദെൻ 3 കൊടുത്താൽ എക്സിന് 3 കൊടുത്താൽ 3 × 3 9, ദെൻ എക്സിന് 4 കൊടുത്താൽ y 12. ഇനി എക്സിന് സ്വാഭാവികം 5 കൊടുത്താൽ 15 വരും. അങ്ങനെ എഴുതരുത്, കാരണം ഇതിൽ 14 വരെയുള്ളൂ. നമ്മൾ എഴുതുന്ന റിലേഷൻ R1A ആണ്. R1A എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എക്സും വൈയും ഇതിലേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും ഇരിക്കുന്ന റിലേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഓർഡേഡ് പെയർ കഴിഞ്ഞു, അതിന് റോസ്റ്റർ ഫോം എഴുതി. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണോ? അല്ല. ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയും. കാരണം ഇതിൽ ഏത് എലമെൻറ്റ്സ് എടുത്താലും അതിന് അത് തന്നെ ജോഡി ആവണമല്ലോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 1 ഇല്ല, 1 1 ഇല്ല, അതുകൊണ്ട് നോട്ട് റിഫ്ലക്സീവ്. 1 1 നോട്ട് ബിലോങ്സ് ടു ആർ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ആവാത്തതിനൊരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ആവുമ്പോൾ എല്ലാം കാണിക്കണം, അല്ലെങ്കിൽ ജനറലായിട്ട് പ്രൂവ് ചെയ്യണം. ദെൻ ഇനി സിമെട്രിക് ആണോ? സിമെട്രിക്കുമല്ല. കാരണം 1 3 ഉണ്ടെങ്കിൽ ആര് വേണം? 3 1 വേണം. ഇവിടെ ആർക്കുമില്ല. ഇത് എ ബി എടുത്തു, 2 6, ബി ആരാണ് 6 2, അതുമില്ല. സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണോ? കണ്ടീഷൻ എന്താണ്? ഇവർ ഏതെങ്കിലും ഒരു എ ബി ബി സി എടുക്കുമ്പോൾ എ സി ഇല്ലാതിരുന്നാൽ മാത്രമാണ് ട്രാൻസിറ്റീവ് ആവാതിരിക്കുക. അങ്ങനെ ഒരു എ ബി ബി സി ഉണ്ടാവണം ആദ്യം. അതില്ല, എ ബി ബി സി ഇല്ലെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. എ ബി ബി സി ഉണ്ടോ എങ്കിൽ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എ സി കൂടെ ഉണ്ടാവണം. നോക്കാം. ഇവിടെ ഒരു എ ബി 1 3 എടുത്തു. അപ്പോൾ 3 അല്ലേ ബി? ആ ബിയിൽ തുടങ്ങുന്ന ഓർഡേഡ് പെയർ ഇവിടെ ഉണ്ട്, 3 9. അപ്പോൾ എ ബി ആയി ബി സി ആയി, എ ബി ആയി ബി സി ആയി. അപ്പോൾ എ സി ആരാ? 1 9 അല്ലേ? 1 9 ഇതിലുണ്ടോ? അതായത് 1 3 ഉണ്ട്, 3 9 ഉണ്ട്, ബട്ട് 1 9 നോട്ട് ബിലോങ്സ് ടു ആർ. അതിനർത്ഥം അത് എ ബി ഉണ്ട്, ബി സി പക്ഷെ ആരില്ല, എ സി. അതുകൊണ്ട് നോട്ട് റിഫ്ലക്സീവ്, നോട്ട് സിമെട്രിക്, ആദ്യമായി നോട്ട് ട്രാൻസിറ്റീവുമല്ല. അപ്പോൾ ഇത് ഇക്വാലൻസ് ആണെന്ന് ഉറപ്പായി. അപ്പോൾ ഇവിടെ ഇക്വാലൻസ് ചെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ നോട്ട് റിഫ്ലക്സീവ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ബാക്കി ചെക്ക് ചെയ്യാൻ പോകണ്ട, ഇക്വാലൻസ് അല്ല. ഇതാണ് ഓർഡേഡ് പെയർ. ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. എക്സാമിന് വരുമ്പോൾ ആണോ അല്ലേ ചെക്ക് ചെയ്യുമ്പോൾ. ആവാത്തതിന് ഒരു എക്സാമ്പിൾ എടുക്കുക, ആവുകയാണെങ്കിൽ എല്ലാം ചെക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ റിലേഷൻ R1N എന്ന് പറയാൻ എന്തായാലും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. R = x, y such that y = x + 5, x < 4. ഇത് നേരത്തെ ചെക്ക് വെദർ ഇറ്റ് ഈസ് R S T or not. അതായത് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. ഓക്കണേ. ഇവിടെ പറയുന്ന റിലേഷൻ R1N ആണ്. നാച്ചുറൽ നമ്പർ റിലേഷൻ ആയിരിക്കണം. നാച്ചുറൽ നമ്പർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നാച്ചുറൽ നമ്പർ റിലേഷൻ ആവണം. കണ്ടീഷൻ ഇതാണ്, y = x + 5, x < 4. എക്സ് 4 താഴെ. y പറയുന്നില്ല, നാച്ചുറൽ നമ്പർ ആയാൽ മതി, പക്ഷേ എക്സ് 4 താഴെ. യെസ്. അപ്പോൾ ഇവിടുത്തെ എക്സ് എടുക്കേണ്ടത് ഏതൊക്കെയായിരിക്കും? 1 2 3 അല്ലേ? അപ്പോൾ റിലേഷൻ R = എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ y = എന്താവും? എക്സിന് 1 കൊടുക്കുമ്പോൾ y = 1 + 5. ഏത് പട്ടണം അറിയാലോ? 1 + 5 6. ദെൻ എക്സ് 2 ആവുമ്പോൾ 2 + 5, അപ്പോൾ 7. എക്സ് 3 ആവുമ്പോൾ സിമിലർലി 8. അപ്പോൾ സംശയം ഉണ്ടാവും, ഈ എക്സ് 4 താഴെ എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇവിടെ 4 മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ, അത് എക്സ് അല്ല, അത് വൈയുടെ സ്ഥാനത്ത് വന്നതാണ്. എക്സ് 4 താഴെ, വൈ നാച്ചുറൽ നമ്പർ, അവിടുത്തെ റിലേഷൻ നാച്ചുറൽ നമ്പറാണ്. നമ്മൾ എക്സും വൈ നാച്ചുറൽ നമ്പർ ആവണം, അതിൽ എക്സ് 4 താഴെ ആവണം, വൈ എന്തും വരാം. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണോ? ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയും. ഇതിലെ നാച്ചുറൽ നമ്പറിൽ എല്ലാവരും അത് തന്നെ ജോഡി ആയാലും റിഫ്ലക്സീവ് ആവുള്ളൂ. കാരണം ഇപ്പോൾ 1 1 എന്നോ 2 2 എന്നോ ഒന്നുമില്ല. ഇത് റിഫ്ലക്സീവ് അല്ല. റിഫ്ലക്ഷനിൽ 1 1 ഇല്ലാത്തതുകൊണ്ട്, ഏതെങ്കിലും ഒരു എയെ സാറ്റിസ്ഫൈ ചെയ്യാതെ എ ഇല്ലാത്തത് കൊണ്ട് അത് റിഫ്ലക്സീവ് അല്ല, നോട്ട് റിഫ്ലക്സീവ്. സിമെട്രിക് ആണോ? അല്ല. 1 6 ആരില്ല, 6 1 ഇല്ല, നോട്ട് സിമെട്രിക്.
ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് പറഞ്ഞു ആവാതിരിക്കണമെങ്കിൽ ഒരു എ ബി വേണം ആൻഡ് ബി സി വേണം. എന്നിട്ട് എ സി ഇല്ലാതിരുന്നാൽ മാത്രമല്ലേ ട്രാൻസിറ്റീവ് ആവാതിരിക്കുള്ളൂ. അങ്ങനെ ആവാത്ത എന്ത് വന്നാലും, അതായത് ഈ പറയപ്പെട്ട കണ്ടീഷൻ അല്ലാത്ത എന്ത് വന്നാലും ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എ ബി 1 6, അപ്പോൾ ബി ആരാണ്? 6. ആ 6ൽ തുടങ്ങുന്നൊരു ജോഡിയുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ എ ബി ഉണ്ട്, ആരില്ല? ബി സി ഇല്ല. അപ്പോൾ അതിനോട് എ സി കൂട്ടിച്ചേർക്കാനില്ലാത്തത് കൊണ്ട് അത് ആ ഓർഡേഡ് പെയർ സാറ്റിസ്ഫൈഡ് ആണ്. എപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുക? എ ബിയും വേണം, ബി സിയും വേണം, എന്നിട്ട് എ സി ഇല്ലാതിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എ ബി എടുത്തു, ബി സി എടുക്കാൻ ബി 7 ആണ്. 7 ഓർഡേഡ് പെയർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അതെന്താണ്? ട്രാൻസിറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയും, അതായത് ഇതിലൊക്കെ എ ബി മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ. അതിനോട് ഓർഡേഡ് പെയറായിട്ട് ബി സി എടുക്കാൻ പറ്റുന്നില്ല. എപ്പോഴാണ് ട്രാൻസിറ്റീവ് ആവാതിരിക്കുക? എ ബിയും ബി സിയും ഉണ്ടായിട്ട് എ സി ഇല്ലാതിരുന്നാൽ മാത്രമേ ട്രാൻസിറ്റീവ് ആവാതിരിക്കുള്ളൂ. മനസ്സിലായോ? യെസ്. അപ്പോൾ ഇവിടെ എ ബി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ട്രാൻസിറ്റീവ് ആവുമ്പോൾ റീസൺ എന്ത് ചെയ്യണം? ജസ്റ്റ് അതിനെ ഡിഫിനിഷൻ ചെയ്താൽ മതി. എ ബി ബിലോങ്സ് ഫോർ ആൻഡ് ബി സി ബിലോങ്സ് ഫോർ ഇംപ്ലൈസ് എ സി ബിലോങ്സ് ഫോർ എന്ന് ഡിഫിനിഷൻ ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ നമുക്ക് അങ്ങനെ എ ബിയും ബി സിയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് എ സി ഇല്ലാത്ത രൂപത്തിൽ എടുക്കാൻ കഴിയുന്നില്ല. അതിനർത്ഥം ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ ആണല്ലോ? യെസ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ റിലേഷൻ R equal to x, y. എക്സും വൈ ഹ്യൂമൻ ബീയിങ്സ് ആണ്. നമ്മൾ പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന രൂപത്തിൽ റിലേഷൻ പറയുന്നത് എക്സ് ഈസ് വൈഫ് ഓഫ് വൈ. എക്സ് എന്നത് വൈയുടെ വൈഫാണ്. അപ്പോൾ വൈ എക്സിലാരായിരിക്കും? ഹസ്ബൻഡായിരിക്കും. എന്ന റിലേഷൻ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്നാണ് നോക്കൂ. റിഫ്ലക്സീവ് ഈ റിലേഷൻ പ്രത്യേകത നമുക്ക് ഓർഡേഡ് പെയർ ആയിട്ട് നേരത്തെ പോലെ നമ്പേഴ്സ് എഴുതുന്ന പോലെ ഓർഡേഡ് പെയർ എഴുതാൻ കഴിയില്ല. അപ്പോൾ ജനറലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന രൂപത്തിൽ ആ റിലേഷൻ നോക്കിയിട്ട് ജനറലായിട്ട് പറയാനേ കഴിയുകയുള്ളൂ. നോക്കാം. ഫസ്റ്റ് റിഫ്ലക്സീവ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം റിഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ എന്താ? എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ ഈ എയും അതിനോട് തന്നെ പെയർ ആവണം. ഏതൊരു നമ്പറും അതിനോട് തന്നെ പെയർ ആവണം. ഇപ്പോൾ എ എന്നത് എക്സായി എക്സിന് വരെ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ എക്സിനോട് പെയറാണ്. എക്സ് ഇവിടെ വൈക്ക് ജോഡിയാവുന്ന എങ്ങനെ? എക്സ് ഈസ് വൈഫ് ഓഫ് വൈ. എക്സ് വൈയുടെ വൈഫാണ്. അപ്പോൾ ഇവിടെ ഇത് എഴുതുമ്പോൾ എന്തായി? എ ബിലോങ്സ് ഫോർ എന്ന് എഴുതുമ്പോൾ എന്താ കണ്ടീഷൻ? എ ഈസ് വൈഫ് ഓഫ് എ എന്നാവും. എ ഈസ് വൈഫ് ഓഫ് എ. ഇത് സംഭവിക്കുമോ? ഒരാൾ അയാളുടെ തന്നെ വൈഫാമില്ലല്ലോ, അത് പോസിബിൾ അല്ല. ദാറ്റ് ഈസ് നോട്ട് ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് അത് സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ എ നോട്ട് ബിലോങ്സ് ടു ആർ, നോട്ട് റിഫ്ലക്സീവ്. അതുപോലെ സിമെട്രിക് നോക്കാം. സിമെട്രിക് ഡെഫിനേഷൻ എന്താണ്? എ ബി ബിലോങ്സ് ഫോർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ഫോർ എന്ന് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. ഈ എ ബി ബിലോങ്സ് ഫോർ അർത്ഥം എന്താണ്? എ ബി റിലേഷൻ ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. ഇവിടുത്തെ എ ബി ബിലോങ്സ് ഫോർ അർത്ഥം എന്താണ്? എ ഈസ് വൈഫ് ഓഫ് ബി. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തിരിച്ചും ഉണ്ടാവണം. എ ഈസ് വൈഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ വൈഫാണ്. അപ്പോൾ ബി ആരാണ്? ഹസ്ബൻഡാണ്. അപ്പോൾ തിരിച്ച് ബി ഈസ് വൈഫ് ഓഫ് എ എന്നത് സംഭവിക്കുമോ? എ ബിയുടെ വൈഫാണെങ്കിൽ ബി എയുടെ വൈഫാകുമോ? ഒരിക്കലും സംഭവിക്കില്ല. അത് സാറ്റിസ്ഫൈഡ് അല്ല. എന്ന് പറഞ്ഞാൽ എ ബി ഉണ്ട്, പക്ഷെ ആരില്ല? ബി എ നോട്ട് ബിലോങ്സ് ഫോർ. ബി എ അവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതിനർത്ഥം അത് സിമെട്രിക്കുമല്ല. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് നോക്കാം. ട്രാൻസിറ്റീവ് ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ, എന്നിട്ട് എ ബി എ സി ഇല്ലാതിരുന്നാൽ, അത് എ ബിയും ബി സിയും ഉണ്ടായിട്ട് എ സി ഇല്ലാതിരുന്നാലല്ലേ ട്രാൻസിറ്റീവ് ആവാതിരിക്കാം. അപ്പോൾ എ ബി ഉണ്ടാവണം, ബി സി ഉണ്ടാവണം. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിലും ട്രാൻസിറ്റീവാണ്. ട്രാൻസിറ്റീവ് ആവാതിരിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും ഉണ്ടാവാനും പാടില്ല. അപ്പോൾ നോക്കണേ, എ സി ബിലോങ്സ് ഓൺ അർത്ഥം എന്താണ്? എ ഈസ് വൈഫ് ഓഫ് സി എന്ന രൂപത്തിൽ. ഇവിടുത്തെ മീനിങ് എത്ര ഉള്ളൂ? ഈ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ ആണ്
എക്സ് വൈ റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ, എക്സും വൈയും ഓർഡേഡ് പെയറായി വരണമെങ്കിൽ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളുടെ വൈഫാണെന്ന് ഉറപ്പിക്കണം. എങ്കിലെന്താവുള്ളൂ, ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ റിലേഷൻ ഓർഡേഡ് പെയർ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ എ ബി ബിലോങ്സ് ടു എന്നർത്ഥം എന്താണ്, എ ബി റിലേഷൻ ഉണ്ട് എങ്കിൽ എന്നർത്ഥം എ ഈസ് വൈഫ് ഓഫ് ബി, എ ഈസ് വൈഫ് ഓഫ് ബി. ഇവിടെ ബി സി ബിലോങ്സ് ടു എന്നർത്ഥം എന്താ, ബി സി റിലേഷൻ ഉണ്ടെങ്കിൽ, അതായത് രണ്ടും ഉണ്ടെങ്കിൽ ഇതുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ബി സി ഉണ്ടെങ്കിൽ അർത്ഥം എന്താ, ബി ഈസ് വൈഫ് ഓഫ് സി. ഇതൊരിക്കലും പോസിബിൾ അല്ല. കാരണം എന്താ, എ ബിയുടെ വൈഫാണെങ്കിൽ ബി ആരാണ്, ഹസ്ബൻഡാണ്. ആരുടെ, എയുടെ. ബി ഒരു മെന്നായി ആ മെൻ ഇവിടെ വിമണാവോ, ഇല്ല. അതേ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ബി എന്താണോ അത് തന്നെ ഇവിടെ വരണം. ഇവിടെ ബി മെന്നായി ഇവിടെ ബി വിമണായി എന്ന് പറഞ്ഞാൽ എ ബി ഉണ്ടെങ്കിൽ പോലും എന്തെടുക്കാൻ കഴിയില്ല, ബി സി എന്നൊരു ഓർഡേഡ് പെയർ നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം എ ബിയുടെ വൈഫാകുന്ന സമയത്ത് ബി സിയുടെ വൈഫാവില്ല. അതിനർത്ഥം എ ബി ഉണ്ട്, ബി സി നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ എ സി ഉണ്ടോ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രാൻസിറ്റീവ് ആണോ, ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. കാരണം ട്രാൻസിറ്റീവ് ആവാതിരിക്കണമെങ്കിൽ എ ബിയും വേണം ബി സിയും വേണം. ഇതിന് എസ് ഉണ്ടാവരുത്. ഇവിടെ എ ബി ഉണ്ട് പക്ഷെ ആരില്ല, ബി സി ഇല്ല. അതുകൊണ്ട് എന്താണ്, ട്രാൻസിറ്റീവ് ആണ്. മനസ്സിലായോ? യെസ്. മറ്റൊരു ദിവസം നോക്കാം. റിലേഷൻ R1 റിയൽ നമ്പേഴ്സ് R equal to set ordered per A, B such that A less than or equal to B. ഇത് മൂന്നുമാണ് ചെക്ക് ചെയ്യണം. റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണം. നമുക്കെപ്പോഴും ആണെങ്കിൽ ജനറലായിട്ട് എഴുതി കൊടുക്കണം, ആവാത്തതിന് എക്സാമ്പിൾ എടുത്ത് കാണിച്ചാൽ മതി. അപ്പോൾ നോക്കണം, ഇവിടെ കണ്ടീഷൻ നോക്കണം. എപ്പോഴും ക്വസ്റ്റ്യനിൽ പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് നോക്കണം. ഈ ആർ എന്ന റിലേഷൻ ഓർഡേഡ് പെയർ എ ബി ആണ് എങ്കിൽ സച്ച് ദാറ്റ് എന്തെന്നാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എന്നതിനർത്ഥം എ കോമ ബി എന്നത് റിലേഷനിൽ വരണമെങ്കിൽ, ഒരു ഓർഡേഡ് പെയർ അവിടുത്തെ റിലേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റിനോട് ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഫസ്റ്റ് ചെറുതാവാം. അതായത് നമ്മളൊരു ഓർഡേഡ് പെയർ എഴുതുമ്പോൾ ഒന്നാമത്തെ എലമെൻറ്റും രണ്ടാമത്തെ എലമെൻറ്റും എഴുതുമ്പോൾ ഒന്നാമത്തെ രണ്ടാമതിനേക്കാൾ ചെറുതാവാം അല്ലെങ്കിൽ ഈക്വൽ ആവാം. ഈക്വൽ ആണെങ്കിൽ എഴുതാം, ചെറുതാണെങ്കിൽ എഴുതാം. അങ്ങനെയുള്ളവരെ ഈ ജോഡികളായിട്ട് വരുള്ളൂ ഈ റിലേഷനിൽ. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഈ റിലേഷൻ മൂന്നും ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ റിഫ്ലക്സീവ്, ഫസ്റ്റ് റിഫ്ലക്സീവിൻ്റെ കണ്ടീഷൻ എന്താണ്, നമുക്ക് ഓർഡേഡ് പെയർ ആയിട്ട് എല്ലാ റിയൽ നമ്പർ എഴുതാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജനറൽ ആക്കി എഴുതുന്നത്. ഗിവൺ സെറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഓർഡേഡ് പെയർ എഴുതാൻ കഴിയും. ഇവിടെ റിയൽ നമ്പർ ആയതുകൊണ്ട് അത് നമുക്ക് വ്യക്തമാക്കി എഴുതാൻ കഴിയില്ല. അപ്പോൾ ഫസ്റ്റ് എ കോമ എ ബിലോങ്സ് ടു ആർ ആണ് നോക്കാം. ഇവിടെ നോക്കൂ, എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എ ബിനേക്കാളും ചെറുതാണ് അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റണം, അല്ലേ? അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കിത് എഴുതാം. അതായത് നമുക്ക് എ കോമ സി ബിലോങ്സ് ടു ആർ എഴുതാണെങ്കിൽ എ ലെസ് ദാൻ സി ആവണം. അതാണ് കണ്ടീഷൻ. അതുപോലെ എ കോമ എ ബിലോങ്സ് ടു ആർ ആണ് വി ഹാവ്. നമുക്കറിയാം എന്തോ, എ ഓൾവേസ് ഈക്വൽ ടു എ തന്നെ അല്ലേ, ഏതൊരു നമ്പറും അതിനോട് ഈക്വൽ അല്ലേ. അപ്പോൾ ഇവിടെ ഇവർ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് നമുക്കിത് ഓർഡേഡ് പെയർ വരും. കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, ഫസ്റ്റും സെക്കൻഡും ഈക്വൽ ആണെങ്കിലും ഓർഡേഡ് പെയർ വരും, ഫസ്റ്റ് ചെറുതാണെങ്കിലും ഓർഡേഡ് പെയറിൽ വരും. അതിനർത്ഥം എ ഈക്വൽ ടു എ ആയതുകൊണ്ട് ഈ റിലേഷന് എ കോമ എ ഉൾപ്പെട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ 1ന് 1 ജോഡിയായിരിക്കും, 2ക്ക് 2 ജോഡിയായിരിക്കും, 3ക്ക് 3 ജോഡിയായിരിക്കും, 0ക്ക് 0 ജോഡിയായിരിക്കും. ഏത് നമ്പറും അതിനോട് തന്നെ ഓർഡേഡ് പെയർ ആയിട്ടുണ്ടാവും. റിഫ്ലക്സീവാണ്. ഇനി സിമെട്രിക്. സിമെട്രിക് നോക്കൂ, if AB belongs to R implies BA. എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. എ ബി ഉണ്ടായിട്ട് ഇതില്ലാതിരുന്നാൽ സിമെട്രിക് അല്ല. ഇപ്പോൾ എ ബി ഇഫ് 1-2 റിലേഷൻ ഉണ്ടോ നോക്കണം. 1-2 റിലേഷൻ ഉണ്ടാവുമോ? ഉണ്ടാവും. കാരണം 1 ലെസ് ദാൻ 2 അല്ലേ. 1 2നേക്കാളും ചെറുതാണെന്ന് ഉറപ്പിക്കാമല്ലോ. ഫസ്റ്റ് നമ്പർ സെക്കൻഡിനേക്കാളും ചെറുതാവണം അല്ലെങ്കിൽ ഈക്വൽ ആവണം. രണ്ടും കൂടി ഒന്ന് ചെറുതാവണം അല്ലെങ്കിൽ ഈക്വൽ ആവണം. അപ്പോൾ 1 ലെസ് ദാൻ 2 ആണ്. ബട്ട് 2-1 ബിലോങ്സ് ടു ആർ ആവുമോ? ഇല്ല, 2-1 നോട്ട് ബിലോങ്സ് ടു ആർ. കാരണം 2 ലെസ് ദാൻ 1 അല്ല. അതുകൊണ്ട് നോട്ട് സിമെട്രിക്. അത് നമുക്ക് ട്രാൻസിറ്റീവ്, നമ്മൾ സിമെട്രിക് പറഞ്ഞ പോലെ നമ്മൾ ട്രാൻസിറ്റീവ് പറയാൻ കഴിയും. ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ അറിയാം. ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണം.
അതായത് നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു ട്രാൻസിറ്റീവ് ആവാതിരിക്കണമെങ്കിൽ എ ബിയും ബി സിയും ഉണ്ടായിട്ട് എ സി ഇല്ലാതിരുന്നാൽ മാത്രമേ ട്രാൻസിറ്റീവ് ആവാതിരിക്കുള്ളൂ. ബാക്കി എങ്ങനെ വന്നാൽ ട്രാൻസിറ്റീവ് ആണല്ലോ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചാൽ ട്രാൻസിറ്റീവ് ഉറപ്പിക്കാം. കാരണം ബാക്കി എങ്ങനെ ട്രാൻസിറ്റീവ് ആണ്, ഈ ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ആവാതിരിക്കുന്ന കണ്ടീഷനാണ്, അത് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എ സി റിലേഷൻ വരണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഫസ്റ്റ് നമ്പർ സെക്കൻഡിനേക്കാൾ ചെറുതാവണം, അല്ലെങ്കിൽ ഈക്വൽ ആയി കാണിക്കണം. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെന്ന് കാണിക്കാൻ കഴിയണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഇഫ് എ ബി ബിലോങ്സ് ആർ. ഇഫ് എ ബി ബിലോങ്സ് ആർ എന്നർത്ഥം എന്താണ്? എ ബി റിലേഷനിലുണ്ട്. എ ബി റിലേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്പർ സെക്കൻഡിനേക്കാളും ചെറുതാണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് പറയാൻ കഴിയും. ഈ ഉദ്ദേശിച്ച റിലേഷനാണ് ഫസ്റ്റ് എ ബിനേക്കാൾ ചെറുതാണ് ഉറപ്പിക്കാം. കാരണം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഡെഫിനിഷൻ അങ്ങനെയാണ്. ആൻഡ് ബി സി ബിലോങ്സ് ആർ. ബി സി റിലേഷൻ ഉണ്ടെങ്കിൽ എന്തർത്ഥം? ബി ലെസ് ദാൻ ഒരിക്കലും സി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് നമ്മൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ട് എ സി ഉണ്ടോ നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബി സി ഉണ്ട് എങ്കിൽ ബി ലെസ് ദാൻ സി ആയിരിക്കും. എ ബി ഉണ്ടെങ്കിൽ എ ലെസ് ദാൻ ബി ആയിരിക്കും. ബി സി ഉണ്ടെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ഉപയോഗിച്ചിട്ട് നമുക്കിത് തെളിയിക്കാൻ കഴിയണം. എ ലെസ് ദാൻ സി ആണെങ്കിൽ നമുക്ക് എന്തർത്ഥം? എ സി റിലേഷൻ ഉണ്ട്. എ സി റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? എ ലെസ് ദാൻ സി ആണെന്നർത്ഥം. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ട് അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ഫ്രം 1 and 2 രണ്ടുകൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ആ ബി ലെസ് ദാൻ ഓർ സി അല്ലേ? അപ്പോൾ നമുക്ക് നേരിട്ട് പറയാൻ കഴിയും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ സെക്കൻഡിനേക്കാൾ ചെറുതാണ് അല്ലെങ്കിൽ ഈക്വൽ ആവാം എന്ന് കിട്ടിയ സ്ഥിതിക്ക് ആര് റിലേഷനുണ്ട്? എ സി ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് റിലേഷൻ എന്തുമാണ്? ട്രാൻസിറ്റീവ് ആണ്. അത് റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന റിലേഷൻ വരുമ്പോൾ, ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന റിലേഷൻ വരുമ്പോൾ റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ബട്ട് നോട്ട് സിമ്മട്രിക്. വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ട് വരാം. ലെസ് ദാൻ എന്ന റിലേഷൻ ഏതാണ്? സിമ്മട്രിക് അല്ല, നോട്ട് സിമ്മട്രിക് ബട്ട് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്. ഇൻ കേസ് ലെസ് ദാൻ ഓൺലി ആണെങ്കിൽ, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു ഇല്ലെങ്കിൽ, ലെസ് ദാൻ ഓൺലി ആണെങ്കിൽ അപ്പം നമുക്ക് എന്ത് പറ്റില്ല? എ ഈക്വൽ ടു എ എന്ന റിഫ്ലക്സീവ് റിലേഷൻ പറഞ്ഞപ്പോൾ എ ഈക്വൽ ടു എ എന്ന കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് അത് ഓൺലി ട്രാൻസിറ്റീവ്, നോട്ട് റിഫ്ലക്സീവ്, നോട്ട് സിമ്മട്രിക്. അതൊന്ന് അറിഞ്ഞിരിക്കണേ. വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ട് വരും. മനസ്സിലാക്കി. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.